ഒരു മോഷ്ടാവായി ജീവിച്ച ഒരു വ്യക്തി പിന്നീട് ഒരു സന്യാസിയായി തീർന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അനേക വീടുകളിൽ കയറി സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചു നടന്ന ആ വ്യക്തി പിന്നീട് വീട്ടുകാരൊക്കെ ബോധമുള്ളവരായപ്പോൾ, സൂക്ഷ്മതയുള്ളവരായപ്പോൾ തൻ്റെ ജോലിക്ക് വിഘ്നം നേരിട്ടു. എന്നാൽ പിന്നെ സന്യാസിയാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മനുഷ്യന് ആ ഗ്രാമത്തിലെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ കാഷായ വസ്ത്രങ്ങൾ ധരിച്ച് രുദ്രാക്ഷമാല അണിഞ്ഞ് നെറ്റിയിൽ ഭസ്മം അണിഞ്ഞ് ധ്യാനനിരതനായിട്ട് ഇരുന്നു. നാട്ടുകാരൊക്കെ ആൽമര ചുവട്ടി വന്നു. ഈ സന്യാസിയോട് സങ്കടങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. പിന്നീട് ആളുകൾ ധാരാളം വന്നുകൂടി. കാരണം ഈ സന്യാസിയോട് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ആ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ആളുകൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ആളുകൾ ആൽമര ചുവട്ടിൽ ഒന്നിച്ചുകൂടി. ഈ സന്യാസിക്ക് അതിശയമായി. താനൊരു കള്ളനാണ്, താൻ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുമില്ല, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ആളുകൾ സങ്കടം പറയുമ്പം ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. എന്നാൽ പിന്നെ ഒരു നല്ല സന്യാസിയായി താനങ്ങ് ജീവിച്ചാൽ അതല്ലേ നല്ലത് എന്ന് അയാൾ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ആ കള്ളൻ കപട സന്യാസി വേഷം മാറ്റിവെച്ചിട്ട് ഒരു യഥാർത്ഥ സന്യാസിയായി തീർന്നു, യഥാർത്ഥ ഭക്തനായി തീർന്നു. ആളുകൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചു. നമ്മളും ഇതുപോലെ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ വിളിച്ചതാണ്. പലപ്പോഴും വേണ്ടത്ര വിശ്വസ്തതയൊന്നും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടൊന്നുമില്ല. വേണ്ടവണ്ണം പ്രാർത്ഥിച്ചിട്ടില്ല, വേണ്ടവണ്ണം വിശുദ്ധിയോടെ ജീവിച്ചിട്ടുമില്ല. എന്നിട്ടും ദൈവം കൃപ തന്ന് ഇത്രത്തോളമൊക്കെ നടത്തിയെങ്കിൽ, എന്നിട്ടും ദൈവം ധാരാളം കൃപ തന്ന് ഇത്രത്തോളം പരിപാലിച്ചെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കരുതോ? എന്നാൽ പിന്നെ ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് ജീവിച്ചാലോ, ഒരു നല്ല വിശുദ്ധനായിട്ട് അങ്ങ് ജീവിച്ചാലോ, യഥാർത്ഥ ഭക്തനായിട്ട് അങ്ങ് ജീവിച്ചാലോ? അതിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. യഥാർത്ഥ ഭക്തിയുടെ, യഥാർത്ഥ വിശുദ്ധിയുടെ മാതൃക നിറഞ്ഞ പരിശുദ്ധനായ പരമര തിരുമേനിയുടെ സാന്നിധ്യമുള്ള ദേവാലയത്തിൽ നമ്മൾക്ക് ആയിരിക്കുമ്പം നമുക്ക് ഈ പുതിയ വർഷത്തിൻ്റെ പ്രാരംഭ മാസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരു യഥാർത്ഥ ഭക്തനായി നമുക്ക് ജീവിക്കാം, ഒരു യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് ജീവിക്കാം. ഇപ്പം രണ്ടു തരം ക്രിസ്തീയ ജീവിതമുണ്ട്. വില കുറഞ്ഞ ക്രിസ്തീയ ജീവിതമുണ്ട്, വില കൂടിയ ക്രിസ്തീയ ജീവിതമുണ്ട്. അല്ലെങ്കിൽ കൃപ കുറഞ്ഞ ക്രിസ്തീയ ജീവിതമുണ്ട്, കൃപ കൂടിയ ക്രിസ്തീയ ജീവിതമുണ്ട്. ഈ വില കൂടിയ ക്രിസ്തീയ ജീവിതത്തിലേക്ക്, കൃപ കൂടിയ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ എല്ലാവരെയും ഇന്ന് ക്ഷണിക്കുകയാണ്. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 9-ന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിനും വർജനം ആചരിക്കും. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ വചനത്തിലൂടെ കൊരിന്തിലെ ആളുകൾക്ക് പരിചയമുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. കൊരിന്ത് എന്ന മഹാപട്ടണത്തിൽ പൗലോസ്ലീഹ പ്രവർത്തിക്കുന്ന, ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ
ഒരു വലിയ മത്സരം, ഒരു കായിക മത്സരം ആരംഭിച്ചു. ആ മത്സരത്തിന്റെ പേര് ഇസ്തൂമിയൻ ഗെയിംസ് എന്നാണ്. ഇസ്തൂമിയൻ കളി. ഈ കായിക മത്സരത്തിന് പ്രധാനപ്പെട്ട ഇനം ദ്വന്ദ്വയുദ്ധമാണ്, അംഗമാണ്. ഗ്രീക്ക് നാടുകളിൽ നിന്ന് ധാരാളം മല്ലന്മാർ വന്ന് അവിടെ ഗുസ്തി മത്സരം നടത്തുകയും ഈ ഗുസ്തി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് പൈൻ മരത്തിന്റെ ഇലകൾ കൊണ്ടുള്ള കിരീടമെടുത്ത് തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. ഇതാണ് അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കും. പൗലോസ് അവിടെ ഒന്നാം സ്ഥാനം നേടുന്ന ആളിലേക്കാണ് നോക്കുന്നത്. ആ മനുഷ്യൻ ഒന്നാം സ്ഥാനം നേടിയത് വെറുതെ ഒന്നുമല്ല. പല കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു. കഠിനമായ പരിശീലനം, കഠിനമായ നിഷ്ഠയും ചിട്ടയുമുള്ള ജീവിതം, അതിൽ കൂടെയാണ് ആ മനുഷ്യന് യുദ്ധ മത്സരത്തിൽ അംഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത്. ഇന്ന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവരോ വാടുന്നതും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ ദ്വന്ദ്വയുദ്ധത്തിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം കിട്ടിയവർക്ക് കിട്ടുന്ന പൈൻ മരത്തിന്റെ ഇലകൾ കൊണ്ടുള്ള കിരീടമാണ്. അത് കുറെ കഴിഞ്ഞങ്ങ് വാടും. പക്ഷെ നമ്മളായിരിക്കുന്ന മറ്റൊരു ദ്വന്ദ്വയുദ്ധത്തിലാണ്, മറ്റൊരു പോരാട്ടത്തിലാണ്, മറ്റൊരംഗത്തിലാണ്. അത് ക്രിസ്തീയ ജീവിതമാകുന്ന അംഗമാണ്. അതിൽ വിജയിക്കുന്നവർക്കോ ജീവകിരീടമാണ് ലഭിക്കുവാനായിട്ട് പോകുന്നത്. അത് വാടാത്ത കിരീടമാണ്. കൊരിന്തിന്റെ അയൽപട്ടണമായിരുന്നു അഥേന. മലയാളം ബൈബിളിൽ അഥേന എന്നാണ് വായിക്കുന്നത്, എങ്കിലും അതിന് ശരിക്കുമുള്ള പേര് ഏഥൻസ് എന്ന. കൊരിന്തിന്റെ അയൽപട്ടണം. അവിടെ മറ്റൊരു ഗെയിംസ് ഇതുപോലെ ആരംഭിച്ചു. പൗലോസ് ശ്ലീഹായുടെ പ്രവർത്തന കാലത്ത് തന്നെ ആരംഭിച്ചത്. ആ മത്സരം പിന്നീട് വളർന്നു വന്ന് നമുക്കേവർക്കും സുപരിചിതമായ ഒളിമ്പിക്സ് മത്സരമായിട്ട് മാറി. ഒളിമ്പിക്സ് മത്സരത്തിന് പ്രധാനപ്പെട്ട ഇനം മാരത്തോൺ ഓട്ടമാണ്. മാരത്തോൺ ദീർഘദൂര ഓട്ടം ഓടി ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് കൊടുക്കുന്നത് ഒലീവ മരത്തിന്റെ ഇലകൾ കൊണ്ട് പെടഞ്ഞ കിരീടം തലയിൽ വെച്ച് കൊടുക്കും. ഈ രണ്ട് മത്സരങ്ങൾ പൗലോസ് ശ്ലീഹായെ സ്വാധീനിക്കുന്നുണ്ട്, ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇസ്തൂമിയൻ ഗെയിംസിലെ ദ്വന്ദ്വയുദ്ധവും ഒളിമ്പിക്സ് മത്സരത്തിലെ മാരത്തോൺ ഓട്ടവും. ഇതിന്റെ വെളിച്ചത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഇതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ഇതുപോലെയാണ്. അതൊരു ശക്തമായ പോരാട്ടമാണ്, അത് ശക്തമായ ഓട്ടമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും ബിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ട മത്സരമാണ് എന്ന് പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിൽ ധാരാളം ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണെങ്കിൽ ഈ ഓട്ടത്തിന് ഒരാരംഭമുണ്ട്, ഈ ഓട്ടത്തിന് ഒരു വളർച്ചയുണ്ട്, ഓട്ടത്തിന് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടം നമ്മൾ എവിടെ ആരംഭിച്ചത്? നമ്മൾ എന്നാണ് ഈ ഓട്ടം ആരംഭിച്ചത്? പത്രോസ് ശ്ലീഹായുടെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. 2 പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ട് ഓടിയവർ പിന്നെയും തോറ്റ് അതിൽ കുടുങ്ങിപ്പോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി തീരും. പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച സഫയുടെ മക്കളോട് പത്രോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളൊരു ഓട്ടം ആരംഭിച്ചു. എന്നാണ് ഓട്ടം ആരംഭിച്ചതെന്നറിയാമോ? പരിശുദ്ധ മാമോദീസയില് ആരംഭിച്ച ഓട്ടമാ. നമ്മുടെ കർത്താവൻ രക്ഷകനുമായ യേശുവിന്റെ പരിജ്ഞാനത്താൽ നിങ്ങൾ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടാണ് അന്ന് ഓടിയത്. ആ ഓടിയ നിങ്ങൾ പിന്നെയും തിരിഞ്ഞു വന്ന് ആ മാലിന്യങ്ങളിൽ കുടുങ്ങി വീണുപോയാൽ നിങ്ങളുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിത്തീരും. അങ്ങനെയുള്ളവരെ കുറിച്ച് പത്രോസ് ശ്ലീഹ പിന്നീട് പറയുന്നുണ്ട്,
കുളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ചെളിയിലേക്ക് തിരിയുന്ന പന്നികളെ പോലെ, അല്ലെങ്കിൽ ഛർദ്ദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ തിന്നുന്ന നായ്ക്കളെ പോലെ നിങ്ങളാകരുത് എന്ന് പത്രോസ്ലീഹ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഓട്ടം തുടങ്ങിയതാണ്. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടം അത് മാമോദീസായിലാണ് ആരംഭിച്ചത്. അന്ന് സാത്താനെയും അവൻ്റെ പ്രവർത്തികളെയും എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചവരാണ്. നമ്മൾ പരിശുദ്ധ റൂഹായെ പ്രാപിച്ചവരാണ്. നമ്മൾ കർത്താവിൻ്റെ ശരീരവും രക്തവും അനുഭവിച്ചവരാണ്. നമ്മൾ ഇറങ്ങിയത് ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്കാണ്. ധന്യമായ ഒരു ഓട്ടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് നമ്മൾ. നമ്മൾ ഇപ്പോൾ എവിടെയാണ്? ഓട്ടക്കളത്തിൽ തന്നെയാണോ? അതോ തിരിഞ്ഞ് മാലിന്യങ്ങളിലേക്ക് മടങ്ങിപ്പോയോ? തിന്മകളുടെ വഴികളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞ് വീണ്ടും ആ ഓട്ടക്കളത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്. ആ ഗാനത്തിൻ്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ജസ്റ്റ് ആസ് ഐ ആം എന്നാണ്. മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ ഞാനായിരിക്കുന്നത് പോലെ ദൈവമേ എന്നെ നിന്റെ സന്നിധി സമർപ്പിക്കുന്നു എന്നാണ് ആ പാട്ടിൻ്റെ ശരിക്കുമുള്ള അർത്ഥം. ഈ പാട്ട് എഴുതിയത് ചാർലറ്റ് എലിയട്ട് എന്ന ഒരു പെൺകുട്ടിയാണ്. ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആംഗ്ലിക്കൻ പുരോഹിതന്റെ മകളായിരുന്നു ചാർലറ്റ് എലിയട്ട്. അവൾ ആദ്യമൊക്കെ ദൈവവിശ്വാസിയെ വളർന്നു വന്നുവെങ്കിലും പിന്നീട് അവൾ ധാരാളം ചിന്തകന്മാരുടെ പുസ്തകങ്ങൾ ആർത്തിയോടെ വായിക്കുമായിരുന്നു. അവളേറെ ആകർഷിച്ച ഒരു ചിന്തകനാണ് ഫ്രെഡറിക് നിഷെ. നിഷെ ലോകത്തെ പഠിപ്പിച്ചത് ദൈവമില്ല എന്നാണ്. ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു: ദൈവമില്ല, അഥവാ ഒരു ദൈവം ജീവിച്ചിരുന്നു എങ്കിലും ആ ദൈവം മരിച്ചുപോയി എന്ന് ഫ്രെഡറിക് നിഷെ പഠിപ്പിച്ചു. ഇത് ഈ പെൺകുട്ടി ഏറെ ആകർഷിച്ചു. പിന്നീട് അവൾ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ഓടി നടന്ന് യുക്തിവാദ സംഘടനകൾ ക്രമീകരിച്ച് അവിടെ ക്ലാസുകൾ എടുത്തു. ദൈവമില്ല, അഥവാ ദൈവം ഉണ്ടായിരുന്നെങ്കിലും ആ ദൈവം മരിച്ചുപോയി എന്ന് അവൾ പഠിപ്പിച്ചു. പിതാവ് പുരോഹിതൻ വിളിച്ച് ഈ മോളോട് സങ്കടത്തോട് പറയും: മോളെ, നീ തെറ്റായ വഴിയിലാണ് ജീവിക്കുന്നത്, നീ കർത്താവിലേക്ക് മടങ്ങി വരണമെന്ന് അപ്പം പറയും. മോള് പറയും അപ്പൻ്റെ വഴി, മോൾക്ക് മോളുടെ വഴി എന്ന് തർക്കുത്തരം പറയുമായിരുന്നു. അതിനിടയിലാണ് ചാർലറ്റ് എലിയട്ട് ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ച് അവൾ ആശുപത്രി കിടക്കയിലായി. മരണാസന്നയായി കിടക്കുമ്പോൾ അവളുടെ പിതാവിൻ്റെ ഒരു സ്നേഹിതൻ, ഒരു സുവിശേഷകനാണ്, സീസർ മിലാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആശുപത്രിയിൽ ചെന്ന് ഇവളെ കണ്ടു. അവളോട് ചോദിച്ചു: മോളെ, നിനക്ക് വേണ്ടി അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇവള് പറഞ്ഞ്: പ്രാർത്ഥിക്കുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും താങ്കൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സീസർ മിലാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ 2 വിരലുകൾ ചെവിക്കകത്ത് കുത്തിത്തിരുകി ഈ ചാർലറ്റ് എലിയട്ട് കിടക്കുകയാണ്. പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നത് പോലും അത്രമാത്രം അരോചകമായിരുന്നു. എങ്കിലും ആ പ്രാർത്ഥനാ സമയത്ത് അവളൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇങ്ങനെയാണ്: എൻ്റെ പ്രിയ മകളെ ചാർലറ്റ്, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിനക്കറിയാമോ? എൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും നീ എത്രത്തോളം ഇങ്ങനെ എന്നെ വിട്ട് ഓടിക്കൊണ്ടിരിക്കും എന്നാണ് അവൾ കേട്ട ശബ്ദം. വിരലുകൾ വലിച്ചു മാറ്റി നോക്കി. പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന്റെ ബലഹീനമായ ശബ്ദമല്ലിത്. വിരലുകൾക്ക് തടുക്കാൻ കഴിയാത്ത ഒരു ആന്തരികമായ ശബ്ദം ഈ ചെവിക്കകത്ത് മുഴങ്ങുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ആ മനുഷ്യൻ പോയി. പിന്നീട് അവിടെ വന്ന നേഴ്സിനോട് അവൾ ചോദിച്ച് ഒരു ചെറിയ പേപ്പർ മേടിച്ചു. വളരെയേറെ സങ്കടപ്പെട്ട് കരഞ്ഞു. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്തു. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ആദ്യ നാളുകളെ ഓർത്തു. പിന്മാറിപ്പോയ നാളുകളെ ഓർത്ത് സങ്കടപ്പെട്ടു. ദൈവത്തോട് മറുതലിച്ച
ജീവിതത്തെ ഓർത്ത് ഏറെ കരഞ്ഞ് അവൾ എഴുതിയ അനുതാപത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പാട്ടാണ് ജസ്റ്റസ് അയ ഞാനായിരിക്കുന്നത് പോലെ എന്നാരംഭിക്കും. മലയാളത്തിൽ ആ പാട്ട് ഇങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുന്നു: എനിക്കായി ചീന്തി നിന്റെ രക്തം, ഇല്ലിതല്ലാതൊരു ന്യായവും, ഇപ്പോൾ നിൻ വിളി കേട്ട് ദേവാട്ടിൻകുട്ടി വരുന്നേൻ എന്ന ഗാനം ആരംഭിക്കുകയാണ്. ഈ ഗാനം എഴുതി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചാർലറ്റ് എലിയട്ട് ഈ ലോകം വിട്ട് പോയി. എങ്കിലും അവള് ഒരു പുതിയ ഓട്ടം ആരംഭിക്കുകയായിരുന്നു. പാപകരമായ വഴികളെ വിട്ടിട്ട് അവൾ വീണ്ടും ക്രിസ്തുവിന്റെ വഴിയിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഈ മടങ്ങി വരവിലേക്കാണ് ദൈവം നമ്മളെ ഈ പുതിയ വർഷത്തില് ക്ഷണിക്കുന്നത്. പരിശുദ്ധ മാമോദീസായി നൽകിയ സമർപ്പണം വിട്ട്, ദൈവത്തോടുള്ള ബന്ധം വിട്ട് നാം എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തിയിട്ട് വീണ്ടും പ്രാർത്ഥനയുടെ, ആരാധനയുടെ, തിരുവചനത്തിൻ്റെ, വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കൃപ കുറഞ്ഞ ക്രിസ്തീയ ജീവിതം അങ്ങ് നിർത്തിയിട്ട് ഒരു കൃപ കൂടിയ ക്രിസ്തീയ ജീവിതത്തിലേക്ക്, വില കുറഞ്ഞ ക്രിസ്തീയ ജീവിതം നിർത്തിയിട്ട് ഒരു വില കൂടിയ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഈ വചനം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു ഓട്ടക്കാരനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കാരണം ആ മനുഷ്യന്റെ പേരിൻ്റെ കൂടെ എവിടൊക്കെ വായിച്ചാലും ഓടിപ്പോയി എന്നാണ് വായിക്കുന്നത്. കാരണം നടക്കാനൊന്നും അറിയത്തില്ല, ഓടുന്ന ഒരാളാണ്. എന്തിനാണ് ഓടുന്നതെന്ന് അറിയാമോ? ആ മനുഷ്യൻ മറ്റാരുമല്ല, യാക്കോബ് തന്നെയാണ്, ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ്. ഇവനെല്ലാവരെയും കളിപ്പിക്കുന്നവനാണ്, കബളിപ്പിക്കുന്നവനാണ്. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, സൂത്രക്കാരൻ, കബളിപ്പിക്കുന്നവനെന്നൊക്കെയാ. ഇവനെ സഹോദരനായ ഏശാവിനെ കബളിപ്പിച്ചാണ് ജ്യേഷ്ഠാവകാശം മേടിച്ചത്. അപ്പനായ ഇസ്ഹാക്കിനെ കബളിപ്പിച്ചാണ് ജ്യേഷ്ഠന് കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം മേടിച്ചത്. എന്നിട്ട് പദ്ദൻ അരാമിലേക്ക് ഓടിപ്പോയി. ഓടുന്നത് ദൈവത്തിന് പോലും പിടികൊടുക്കാറാണ്. മറ്റുള്ളവരെ കബളിപ്പിക്കും, എന്നിട്ട് മനുഷ്യനും പിടികൊടുക്കത്തില്ല, ദൈവത്തിനും പിടികൊടുക്കാതെ ഇങ്ങനെ കിടന്ന് ഓടുന്നവനാണ് യാക്കോബ്. ലാബാന്റെ വീട്ടിൽ ചെന്നു അമ്മാവൻ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഭാര്യമാർ, 2 ഭാര്യമാരായി, 13 മക്കളായി, 12 ആൺമക്കളും ഒരു മകൾ ദീന. പിന്നെ ആടുമാടുകളെ കിട്ടി, ഗ്രഹവിഗ്രഹങ്ങൾ മോഷ്ടിച്ചു. രായ്ക്ക് രാമാൻ അവിടുന്ന് ഓടിപ്പോയി. ഇങ്ങനെ ഓടി വരുന്നതിന് ഇടയ്ക്ക് ദൈവം കയറിയെന്ന് പിടിച്ചു. ദൈവം കയറി യാക്കോബിനെ പിടിച്ചു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ്. യാബോക്ക് കടവിന്റെ തീരത്ത് യാക്കോബ് ഓടി വരുമ്പം അവിടെയാണ് ഒരു ദൈവദൂതൻ അവന് നേരെ വന്നു. അവർ തമ്മിൽ മൽപ്പിടുത്തമായി. യാബോക്ക് കടവിന്റെ തീരത്തുള്ളൊരു മൽപ്പിടുത്തം. ഇത് പരിശുദ്ധ കുമ്പസാരത്തിന്റെയും പരിശുദ്ധ മാമോദീസായുടെയും ഒരു പ്രതീകമായി ഈ സംഭവത്തെ നമുക്ക് കാണാം. യാബോക്ക് കടവിന്റെ തീരത്ത് ദൈവദൂതൻ മൽപ്പിടുത്തം നടത്തുകയാണ്. ഇത് അനുദപിക്കാൻ വേണ്ടിയുള്ള മൽപ്പിടുത്തമാണ്. അനുതാപത്തിലേക്ക് യാക്കോബിനെ നടത്തുന്ന മൽപ്പിടുത്തമാണ്. അനുദപിക്കാൻ മനസ്സില്ലാത്തവനാണ് യാക്കോബ്. ആ മനസ്സില്ലായ്മയുടെ പ്രതീകമാണ് ഈ മൽപ്പിടുത്തം. ദൈവത്തോട് പോരാട്ടം, ദൈവത്തോട് മറുതലിപ്പ്. നേരം പുലരാറായിട്ടും മൽപ്പിടുത്തം തീർന്നില്ല. ദൈവദൂതൻ പറഞ്ഞ് എന്നെ വിട്, നേരം പുലരാറായി എന്ന് പറഞ്ഞിട്ടും മൽപ്പിടുത്തം തീർന്നില്ല. ഒടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഒരു കാര്യം ചെയ്തറിയാമോ? യാക്കോബിന്റെ തുടയുടെ തടത്തിലൊന്ന് തൊട്ടപ്പം തുടയങ്ങ് ഉളുക്കിപ്പോയി. ഇനി യാക്കോബിന് അങ്ങനെ ഓടാനൊന്നും പറ്റത്തില്ല. ഓടിയാലും അറിയാം അതാരാ ഓടുന്നോന്ന് അറിയാം. കാരണം തുട ഉളുക്കിയവന്റെ ഓട്ടമാണ്. അപ്പൊ യാക്കോബിന്റെ തുടയങ്ങ് ഉളുക്കിപ്പോയി. അപ്പൊ യാക്കോബ് ദൈവത്തിനെ മുറുക്കെ പിടിച്ചിരിക്കുക. എന്താ പറഞ്ഞറിയാമോ? അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടത്തില്ലെന്ന്.
എന്തുമാത്രം അനുഗ്രഹം കിട്ടിയ മനുഷ്യനാണ് യാക്കോബ് എന്നറിയാമോ? അനുജനായ ജനിച്ചിട്ടും ജ്യേഷ്ഠാവകാശം കിട്ടിയവൻ, അപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും പിടിച്ചു മേടിച്ചവൻ, ലാബാന്റെ വീട്ടിൽ നിന്ന് ബഹുസമ്പന്നനായി മക്കളും ആടുമാടുകളും ഒക്കെയായിട്ടാണ് വരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും യാക്കോബ് ദൈവദൂതനെ മുറുക്കെ പിടിച്ചിട്ട് പറയാണ്, അനുഗ്രഹിക്കാതെ ഞാൻ വിടത്തില്ലെന്ന്. എന്താണ് ഇങ്ങനെ പിടിക്കുന്നറിയാമോ? എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും യാക്കോബ് പറയും ഒരു സമാധാനവുമില്ലെന്ന്. യാക്കോബിന് ഒരു സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം ഇപ്പോഴും പേടിച്ചാ ഓടി വരുന്നത്. സഹോദരനായ ഏശാവ് എന്നെ കണ്ടാൽ കൊന്നുകളയുമെന്ന് പേടിച്ചാണ് യാക്കോബ് ഓടി വരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിനെ മുറുക്കെ പിടിച്ച് പറയാണ്, ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം കിട്ടിയാലും അത് അനുഗ്രഹമാകത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പിടിവാശിയോടെ നിൽക്കുകയാണ് യാക്കോബ്. ലോകത്തിന് അനുഗ്രഹം കിട്ടാൻ പല വഴികളൊക്കെ ഉണ്ട്. കപട വേഷം ധരിച്ച് വന്നാൽ മതി, കപട ഭക്തിയൊക്കെ കാണിച്ച് വന്നാൽ മതി. ഇസ്ഹാക്കിന് മുമ്പിൽ യാക്കോബിനെ പോലെ ഏശാവിനെ പോലെ അഭിനയിച്ച് വരുന്നത് പോലെ കപട വേഷം ധരിച്ച് സ്വരമൊക്കെ മാറ്റി വന്നാൽ മതി. പക്ഷെ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവത്തിന് അനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവദൂതൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ പേരെന്തെന്ന് പറ, നിന്റെ പേരെന്തെന്ന് എന്നോട് പറ. എന്താണ് ആ പേര്? ദൈവത്തിന്റെ ദൂതന് പേരറിയത്തില്ലേ? ഈ മനുഷ്യന്റെ പേര് ദൈവത്തിന് അറിയത്തില്ലേ? ഈ പേര് അവനെ കൊണ്ട് തന്നെ പറയിക്കണം. എന്താണ് ആ പേരെന്നറിയാമോ? ആ പേര് യാക്കോബ് എന്നാണ്. ആ പേരിന്റെ അർത്ഥമോ കബളിപ്പിക്കുന്നവനെന്ന, സൂത്രക്കാരനെന്ന, ചതിക്കുന്നവനെന്ന. അപ്പൊ ചോദിക്കുന്ന വെറും പേരല്ല. പിന്നറിയാമോ? നിന്റെ പാപം ദൈവത്തോട് വന്നാൽ ഏറ്റുപറ, എങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ വേറൊരു വഴിയുമില്ല. ദൈവം അനുഗ്രഹിക്കണേ വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വന്ന ദൈവസന്നിധി വന്ന് കുമ്പസാരിക്കണം. ഞാനൊരു പാപിയാണെന്ന് പറയണം. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്ന് ഏറ്റു പറയണം. അതാണ് പറയുന്നത്, നിന്റെ പേരെന്തെന്ന് പറ. അന്ന് യാക്കോബ് യാബോ കടവിന്റെ തീരത്ത് വെച്ച് ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. അത് സത്യകുമ്പസാരമായിരുന്നു. ആ നിമിഷം ദൈവത്തിന്റെ ദൂതന് യാക്കോബിനോട് പറഞ്ഞു, നിന്റെ ആ പേര് ഞാൻ എടുത്ത് മാറ്റുക, നിന്റെ പഴയ നാമം ഞാൻ എടുത്തങ്ങ് മാറ്റുക, ഒരു പുതിയ പേര് നിനക്ക് തരാം. ആ പുതിയ പേര് കൊടുത്തു ഇസ്രയേൽ. അനുഗ്രഹങ്ങളുടെ പ്രഭു എന്നർത്ഥം, ദൈവാനുഗ്രഹങ്ങളുടെ പ്രഭു എന്നർത്ഥം, ദൈവാനുഗ്രഹങ്ങളുടെ അവകാശി എന്നർത്ഥമുള്ള ഇസ്രയേൽ എന്ന നാമം അവന് കൊടുത്തു. അപ്പൊ യാക്കോബിനെ ഒന്ന് പുതുക്കി പണിയുകയായിരുന്നു. യാക്കോബ് ഒരു പുതിയ സൃഷ്ടിയായി മാറുകയായിരുന്നു, ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അന്ന് യാക്കോബ് അന്ന് യാബോ കടവിന് ഒരു പേര് കൊടുത്തു, ഒരു പുതിയ പേര് കൊടുത്തു. ആ പേര് പെനീയേൽ എന്നാണ്. എൻ്റെ ദൈവത്തെ ഇവിടെ വെച്ച് ഞാൻ മുഖാമുഖം കണ്ടു എന്ന് പറഞ്ഞ് യാക്കോബ് യാബോ കടവിന് പെനീയേൽ എന്ന പേര് ഇട്ടു. ഒരു പുതിയ നാമം കിട്ടി, ഒരു പുതിയ സ്വഭാവം കിട്ടി. അതിൻ്റെ പ്രതീകമായിട്ട് തൊടയങ്ങ് ഉളുക്കിപ്പോയി. തൊട ഉളുക്കി കഴിഞ്ഞപ്പം തൊട്ട് യാക്കോബിൻ്റെ കയ്യിൽ പിന്നെ ഒരു വടി എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു വടി പിടിച്ചുകൊണ്ടാണ് യാക്കോബ് പിന്നെ നടക്കുന്നത്. ഒടുവിൽ യാക്കോബ് പറഞ്ഞു കാണും, ദൈവമേ, ഈ തൊടയുളുക്കിയത് നന്നായി, ഈ കൈ വടി കെട്ടിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഈ കിടന്നിങ്ങനെ ഓടത്തേ ഉള്ളായിരുന്നു. ദൈവത്തിന് പോലും പിടികൊടുക്കാതെ കള്ളത്തരവും കളിപ്പിക്കലുമായിട്ട് ഞാനിങ്ങനെ കിടന്ന് ഓടത്തേ ഉള്ളായിരുന്നു. ഒടുവിൽ ദൈവം എന്നെ പിടിച്ച് എൻ്റെ തൊടയെ അങ്ങ് ഉളുക്കി തന്നു നന്നായി, എൻ്റെ കയ്യിലൊരു വടി തന്നത് നന്നായി, ഞാനൊരു ദൈവ മനുഷ്യനായി മാറിയല്ലോ എന്ന്. എബ്രായ ലേഖനം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മളവിടെ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും
തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും, യോസഫിന് 2 മക്കളാണ്, പേര് മനശ്ശെ എന്നും എഫ്രായിം എന്നും. അവരെ യാക്കോബ് അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ്: കൈകൾ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. അത് കുരിശിന്റെ പ്രതീകമായിരുന്നു. 2 പേരെയും അനുഗ്രഹിക്കുകയും പിന്നെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. യാക്കോബ് 2 കാര്യം ചെയ്തു. ഒന്ന്, തലമുറകളെ അനുഗ്രഹിച്ചു. തലമുറകളെ അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള പിതാവായി മാറി. നമ്മൾ തലമുറകളെ അനുഗ്രഹിക്കണമെങ്കിൽ നമുക്കൊരു ദൈവീകത ഉണ്ടാകണം. അല്ലാതെ നമുക്കാരെയും അനുഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല. വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുന്നവൻ ഇപ്പൊ നമസ്കരിക്കുന്ന ആളാണ് ഈ യാക്കോബ്. ഇപ്പോൾ അനുഗ്രഹിക്കുന്ന ആളാണ് യാക്കോബ്. ദൈവാനുഗ്രഹങ്ങളാൽ നിറഞ്ഞ മനുഷ്യനാണ് യാക്കോബ്. ഇതിന് കാരണമുണ്ട്. അത് പെനിയേലിന്റെ അനുഭവമാണ്. അവിടെ വെച്ച് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞു. പുതിയ സൃഷ്ടിയായി മാറി. തൻ്റെ തുടയങ്ങ് ഉളുക്കിപ്പോയി. അവൻ്റെ ഓട്ടം നിർത്തി ഒരു പുതിയ ആത്മീയ ഓട്ടം ആരംഭിച്ചു. ഇതിലേക്കാ ദൈവം നമ്മളെ വിളിക്കുന്നത്. ഏതായാലും നമ്മൾ ക്രിസ്ത്യാനികളായി. പരിശുദ്ധ മാമോദീസ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടി. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി ആകരുതോ? യഥാർത്ഥത്തിൽ ഒരു വില കൂടിയ ക്രിസ്ത്യാനി ആകരുതോ? ഇതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നാമധേയ ക്രിസ്ത്യാനിത്വം മാറ്റിവെച്ചിട്ട് ഒരു വില കൂടിയ ക്രിസ്തീയ ജീവിതത്തിലേക്ക്, പ്രാർത്ഥനയും ആരാധനയും തിരുവചനവും നിറഞ്ഞ ശക്തമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് മാമോദീസായിലാണ്. നമ്മുടെ കർത്താവിന്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ട് നമ്മൾ ഓടിയവരാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് ഈ ഓട്ടം എങ്ങനെ നമ്മൾ ഓടണമെന്നാണ്. ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടം ആരംഭിച്ചത് പരിശുദ്ധ മാമോദീസായിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഓട്ടം ഓടേണ്ടത്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു വാക്ക് പറയുന്നുണ്ട്, സ്ഥിരതയോടെ ഓടുക. എന്താണ് കാരണം അറിയാമോ? സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ആരാണ് സാക്ഷികളുടെ വലിയ സമൂഹം? എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ അധ്യായമാണ്, അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ അധ്യായമാണ്. യഹൂദ സഭയില് ദൈവത്തിന് വേണ്ടി ജീവിച്ച, ദൈവത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച അനേക പുണ്യ പിതാക്കന്മാരുടെ ചരിത്രം 11-ാം അധ്യായത്തില് പറയുന്നുണ്ട്. അത് ആരംഭിക്കുന്നത് ഹാബേൽ മുതലാ. ഹാബേൽ, ഹാനോക്ക്, നോഹ, പിന്നീട് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഗിദയോൻ, ഇഫ്താഹ്, ബാരാക്ക്, മോശ തുടങ്ങിയ അനേകരുടെ ജീവചരിത്രം 11-ാം അധ്യായത്തില് പറയുന്നുണ്ട്. അവരൊക്കെ ഈ ലോകം വിട്ടു. അവരൊക്കെയും വിശ്വാസത്തിന് നല്ല പോരാട്ടം കഴിച്ചു. നല്ല ഓട്ടം തികച്ച് ജീവകിരീടം പ്രാപിക്കാനെ ഒരുങ്ങി നിൽക്കുകയാണ്. അവരെ വിളിക്കുന്ന പേരാണ് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. അവർ നമ്മുടെ ചുറ്റും നിൽക്കുന്നെന്നാണ് പറയുന്നത്. നമ്മളിവിടെ ആരാധനയ്ക്ക് ദേവാലയത്തിൽ വരുമ്പം, തിരുവചന ശുശ്രൂഷിക്ക് ദേവാലയത്തിൽ വരുമ്പം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഇത്രയും പേരൊന്നും അല്ല ഇവിടെ ഉള്ളത്. നമ്മുടെ പുറമേയുള്ള കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, എണ്ണിക്കൂടാൻ കഴിയാത്ത സംഘങ്ങൾ ഇവിടെ ഉണ്ട്. വാങ്ങിപ്പോയ മാതാപിതാക്കളുടെ സാന്നിധ്യമുണ്ട്. ഈ ദേവാലയത്തെ സ്നേഹിച്ച്, ആരാധനയെ സ്നേഹിച്ച് ദൈവസ്ഥലേക്ക് കടന്നുപോയ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. ലോകപരമായി അവരാരും ഇപ്പൊ ഇല്ല, പക്ഷേ സാന്നിധ്യമുണ്ട്. അതുപോലെ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ
അപ്പോസ്തലന്മാരുടെ പരിശുദ്ധനായ പരമതിരുമേനിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവർ നമ്മുടെ ചുറ്റും നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ചുറ്റും നിൽക്കുന്നു എന്നതിന് വലിയ അർത്ഥമാണ് ഉള്ളത്. ഒന്നാമതായി നമ്മുടെ കൂടെ അവരുണ്ടെന്നാണ്. നമ്മുടെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റും കോട്ടകൾ പോലെ, കോട്ടക്കൊത്തളങ്ങൾ പോലെ സംരക്ഷണമായി, പ്രാർത്ഥനയുടെ കവചമായി വിശുദ്ധന്മാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ചുറ്റും വിശുദ്ധന്മാർ നിൽക്കുകയാണ്. അവർ നമ്മെ പ്രോത്സാഹിപ്പിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നാം എന്തെഴുതറിയാമോ? സകല ഭാരവും പിന്നെ മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടം ഓടണേല് ഈ ഭാരവും വെച്ചുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. എന്താണ് ഭാരം? ജീവിതത്തിൻ്റെ ഭാരങ്ങൾ തന്നെയാണ്. സങ്കടങ്ങളും മനോവിഷമങ്ങളും ദുഃഖങ്ങളും ആകുലങ്ങളും ഒക്കെ ഈ ഭാരം. ഇത് വെച്ചുകൊണ്ട് ഒത്തിരി നാൾ ജീവിക്കരുത്. അത് വെച്ചുകൊണ്ട് ജീവിക്കാം. കാരണം അത് വെച്ചുകൊണ്ട് നമ്മൾ നടക്കുമല്ലോ, മനസ്സിലത് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ ഭാരങ്ങൾ എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെക്കണം. അത് വെക്കാനൊരു സന്നദ്ധിയുണ്ട്, ദൈവസന്നദ്ധിയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുക. മനസ്സിൽ ഭാരവും വെച്ചുകൊണ്ട് നടന്നാൽ ഹൃദയം തകർന്നു പോകും, ശരീരം തളർന്നു പോകും, ജീവിതം നിലച്ചു പോകും. നമ്മൾ ഒത്തിരി നാൾ ഈ ഭാരവും കൊണ്ട് നടക്കണ്ട. ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരാളുടെ മുമ്പിൽ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടൊന്ന് വെക്കണം. അത് പ്രാർത്ഥനയിലാണ് സമർപ്പിക്കുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് പത്രോസ്ലീഹായി നമ്മെ ഓർപ്പിക്കുക. ഭാരം വെച്ചുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഈ ഭാരം നമ്മളെ പുറകോട്ട് വലിക്കും. ഭാരം നമ്മളെ താഴെ വീഴ്ത്തിക്കളയും. ഈ ഭാരങ്ങളൊക്കെ ഓടുന്നതിനിടയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് സമർപ്പിക്കണം. കാരണം അവനെല്ലാം പരിഹരിക്കുന്നവനാണ്. അവനെല്ലാം ചെയ്യാൻ പറ്റും. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഭാരങ്ങൾ വഹിച്ച് അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ട് ഒന്നിനും കഴിവില്ല. ദൈവസന്നിധിയെ ഭാരങ്ങൾ സമർപ്പിക്കാൻ ഈ സമയം ഇടയാകണം. രണ്ടാമത്തേതോ മുറുകെ പറ്റുന്ന പാപം. പല പാപങ്ങളും പരിശുദ്ധ കുമ്പസാരത്തിൽ പറഞ്ഞ് തിരുത്തി നമ്മൾ പുതിയവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഹൃദയത്തിൽ ഇങ്ങനെ മുറുക്കെ പറ്റുന്ന ചില പാപങ്ങൾ നമ്മളിൽ ഉണ്ടാകാം. ഇത്തിൽ കണ്ണി പോലെ, അത് മരത്തിൻ്റെ തടികളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിളിൻ്റെ കണ്ണി പോലെ അത് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. കുറേയൊക്കെ പുറമേ പറിച്ചു കളഞ്ഞെങ്കിലും അത് പിന്നെയും പിന്നെയും മുളച്ചു വരിക. അത് പൂർണ്ണമായി പറിച്ചു കളഞ്ഞിട്ടില്ല. ചില മോഹങ്ങൾ, ചില പാപങ്ങൾ, ചില ദുശീലങ്ങൾ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അത് വളർന്ന് വളർന്ന് ആ മരത്തിൻ്റെ കൊമ്പ് ഉണക്കുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തെയും തകർത്ത് കളയും. അതുകൊണ്ട് പറയുകയാണ്, മുറുക്കെ പറ്റുന്ന പാപം കൂടെ പറിച്ചു കളയണം. അത് പറിച്ചു കളയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ കുറെ പറിച്ചു നോക്കിയതാ. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. അത് കഴിയുന്ന ഒരാളുണ്ട്, പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തെ മുറുക്കെ പറ്റുന്ന പാപങ്ങളെ പറിച്ചു കളയാൻ പറ്റുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചാൽ നമ്മളിലുള്ള സകല പാപത്തിൻ്റെ വേരുകളും പാപത്തിൻ്റെ തിന്മകളും പൂർണ്ണമായി പരിശുദ്ധാത്മാവ് നീക്കിക്കളഞ്ഞ് ഒരു പുതിയ ഹൃദയം നമുക്ക് തരിക തന്നെ ചെയ്യും. ഇത് രണ്ടും വിട്ടിട്ട് നമ്മൾ സ്ഥിരതയോടെ ഓടുക. നിങ്ങളുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രതികൂലങ്ങൾ, രണ്ടാമത്തേത് പ്രലോഭനങ്ങളാണ്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളാണ്. 46-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 46-ാം സങ്കീർത്തനം: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല.
46 സങ്കീർത്തനം നൽകുന്ന ഒരു വലിയ സന്ദേശം അതാ. ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ല ഭയം, തീരമാറിഞ്ഞാലും യേശുവൻ സങ്കേതം. പാടുമേ ജയഗീതം ആയുസീ നാളെന്നും, യേശുവീ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. ഒരു മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും ഭീകരമായ പ്രതികൂലങ്ങളാണ് ലോകം കീഴ്മേൽ മറിഞ്ഞാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ ഓളങ്ങൾ ഇവിടെ ഇലച്ച് കലങ്ങിയാലും നാം ഭയപ്പെടത്തില്ല. കാരണം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ദൈവം കൂടുണ്ട്. ദൈവം നമ്മുടെ സങ്കേതമാണ്. അവൻ കൂടെയുണ്ട്. പ്രതികൂലങ്ങളുടെ നടുവിൽ ജീവിക്കുവാൻ കൃപ തരുന്നത് ഈ ഒരു പ്രധാന ബോധ്യമാണ്. രണ്ടാമതായി, പ്രലോഭനങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യമാണ് പ്രലോഭനങ്ങൾ. ജോൺ ബെനിയൻ എന്ന ഭക്തനായ മനുഷ്യൻ എഴുതിയ ഒരു ഇംഗ്ലീഷ് പുസ്തകം, ആ പുസ്തകത്തിന്റെ പേര് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന. മലയാളത്തിൽ ആ പുസ്തകം പരദേശി മോക്ഷയാത്ര എന്ന പേര് നമുക്ക് വായിക്കുവാൻ കിട്ടും. ലോകത്തിൽ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും അച്ചടിച്ചിട്ടുള്ളതുമായ പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പുസ്തകം വായിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മനുഷ്യൻ ഉറക്കെ കരയുന്നുണ്ട്, കണ്ണുനീരൊഴുക്കുന്നുണ്ട്, മാറത്തടിക്കുന്നുണ്ട്, നിലവിളിച്ച് നെടുവീർപ്പിടുന്നുണ്ട്. ആ വായിക്കുന്ന പുസ്തകം ബൈബിളാണ്. ആ വായിക്കുന്ന മനുഷ്യന്റെ പേര് ക്രിസ്ത്യാനി എന്നാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഒരു കാര്യമൊക്കെ മനസ്സിലായി, താനൊരു പാപിയാണെന്നും താൻ ജീവിക്കുന്ന പട്ടണത്തിന്റെ പേര് നാശപുരി എന്നാണെന്നും ഈ പട്ടണം മനുഷ്യന്റെ പാപം മൂലം നശിപ്പിക്കപ്പെടുമെന്നും ആ മനുഷ്യന് ബോധ്യമായി. ആ മനുഷ്യനുടനെ തന്നെ വേഗം തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, മക്കളോടും പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെല്ലാം പാപികളാണ്. നമ്മളെല്ലാം പാപം ചെയ്തവരാണ്. നാം ജീവിക്കുന്ന ഈ പട്ടണം നാശപുരി എന്ന പട്ടണമാണ്. ഇത് അധിക കാലമില്ല, ഈ പട്ടണം വേഗം നശിപ്പിക്കപ്പെടും. നമ്മൾ ഈ പട്ടണം വിട്ട് നിത്യ നഗരമായ സിയോൻ പുരിയിലേക്ക് പോകണം. നിത്യനഗരമായ സിയോൻ പുരിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഭാര്യ കളിയാക്കി, കുഞ്ഞുങ്ങൾ ആക്ഷേപിച്ചു, അച്ചായന് വട്ടുപിടിച്ചെന്ന് പറഞ്ഞു. എല്ലാവരും ഈ മനുഷ്യനെ അങ്ങ് പുച്ഛിക്കുകയായിരുന്നു. ആരും ഒന്നും കേട്ടില്ല. പിന്നെ ആ മനുഷ്യൻ സമീപത്തുള്ള കൂട്ടുകാരുടെ വീടുകൾ തോറും കയറി ഇറങ്ങുകയാ. അവരോടൊക്കെ പറയുകയാണ്, നമ്മൾ ജീവിക്കുന്ന പട്ടണം നാശപുരി, അത് വേഗം നശിക്കും. നമ്മൾ സിയോൻ പുരിയിലേക്ക് പോകണം. നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. അവരാരും കേട്ടില്ല. അവരെല്ലാം ഭാര്യയെപ്പോലെ മക്കളെ പോലെ ഈ മനുഷ്യനെ അവഗണിക്കുകയും പുച്ഛിച്ച് തള്ളുകയും ചിലരൊക്കെ കളിയാക്കുകയും ചിലരൊക്കെ പറഞ്ഞു ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞു. ഒടുവിൽ ഈ മനുഷ്യൻ സിയോൻ പുരിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ആ യാത്രയുടെ മനോഹരമായ വിവരണം അടങ്ങുന്ന ഒരു പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. സിയോണിലേക്ക് ഈ മനുഷ്യരിങ്ങനെ പോകുമ്പം അനേക വഴികളിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഒരു അധ്യായത്തിന്റെ പേര് മായച്ചന്ത എന്ന. ക്രിസ്ത്യാനിക്ക് സിയോൻ പുരിയിലേക്ക് പോകണമെങ്കിൽ ഈ മായച്ചന്തയുടെ നടുവിലൂടെ ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴി കൂടെ പോകണം. സിയോണിലേക്ക് പോകുന്ന ലോകത്തിന്റെ എല്ലാ സഞ്ചാരികൾക്കും
പോകേണ്ട ഒരു വഴിയാണ് മായച്ചന്തയുടെ നടുവിലൂടെയുള്ള ഒരു ഇടുങ്ങിയ വഴി. അതിൽ മായച്ചന്ത എന്ന് പേര് വരാൻ കാരണം ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും എല്ലാ പാപങ്ങളും വിൽക്കാൻ കിട്ടുന്ന ചന്തയാണ് മായച്ചന്ത. ഈ ചന്തയുടെ നടുവിലൂടാണ് സിയോണിലേക്കുള്ള വഴി. ക്രിസ്ത്യാനി ആ വഴിയിലേക്ക് പ്രവേശിച്ചു. അവിടെയാണ് പ്രവേശിച്ചപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കുകയാണ്, ഇവിടെ കയറി വരിക, മനോഹരമായ വസ്ത്രങ്ങൾ നിനക്ക് തരാം, മനോഹരമായ ആഭരണങ്ങളുണ്ട്, നല്ല മദ്യങ്ങളുണ്ട്, നല്ല സുഖങ്ങൾ നിനക്ക് തരാം എന്ന് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനി അങ്ങോട്ട് നോക്കിയില്ല, ഇടത്തും വലം നോക്കാതെ നേരെ നോക്കി, യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി എന്ന് പറഞ്ഞ് പാടുന്നത് പോലെ സിയോനെ നോക്കി പോവാ. ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞില്ല. ഒരു കാര്യം ക്രിസ്ത്യാനിക്ക് മനസ്സിലായി, എന്തറിയാമോ? തനിക്ക് മുമ്പേ സിയോണിലേക്ക് പോകാൻ ഇറങ്ങിയ പല സഞ്ചാരികളും ഇപ്പം മായച്ചന്തയ്ക്കകത്തൂടെ കറങ്ങി നടക്കുക. സിയോനിൽ പോകാൻ ഇറങ്ങിയതാ, പക്ഷെ ഇപ്പം ലക്ഷ്യമൊക്കെ പോയി മറന്നിട്ട് ഈ ചന്തയ്ക്കകത്തൂടെ നടക്കുക. നല്ല സാധനമാണല്ലോ, ഇതിനെന്തോ വിലയാ, അത് നല്ല വസ്ത്രമാണല്ലോ, നല്ല സുഖമാണല്ലോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ മുമ്പ് യാത്ര തുടങ്ങിയ പല സിയോൻ സഞ്ചാരികളാണ്. താൻ ഒരിക്കലും പിന്മാറി പോകരുതേ എന്ന ബോധ്യത്തോടെ ഈ മനുഷ്യന് ക്രിസ്ത്യാനി നേരെ പോകുമ്പം പുറകിൽ ഒരു മനുഷ്യൻ വിളിക്കുകയാണ്. ആ മനുഷ്യൻ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടെ കയറി വരിക, നല്ല സുഖങ്ങൾ നിനക്ക് ഞാൻ തരാം. ഇതുവരെയും ആര് വിളിച്ചിട്ടും നോക്കാത്ത മനുഷ്യനാ, ഇതുവരെ തിരിഞ്ഞു നോക്കാത്തവനാണ്. ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ തീരുമാനിച്ച കാരണം വിളിക്കുന്ന ആളിന്റെ ശബ്ദം നല്ല പരിചയമുള്ള ശബ്ദമാണ്. പരിചയമുള്ള ആളാണ് ഈ വിളിക്കുന്നത്. ക്രിസ്ത്യാനി തിരിഞ്ഞു നോക്കി. ആ മനുഷ്യന്റെ പേര് ദേമാസ് എന്നായിരുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് നമ്മൾ ദേമാസിനെ കാണുന്നത്. 2 തീമോത്തി 4:10 പൗലോസ് ശ്ലീഹ സങ്കടത്തോടെ ജയിലിൽ ഇരുന്നു കൊണ്ട് സങ്കടത്തോടെ തീമോത്തിയോസിന് എഴുതുകയാണ്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. പൗലോസ് ശ്ലീഹയുടെ അവസാന നാളുകളിലെ സങ്കടമായിരുന്നത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. തെസ്സലോനിക്ക എന്ന് പറഞ്ഞാൽ പുരാതന ലോകത്തിലെ മായച്ചന്തയാ, ദ വാനിറ്റി ഫെയർ, മായച്ചന്ത. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് പറയുന്നത് പോലെ തെസ്സലോനിക്ക കണ്ടവൻ പിന്നെ മടങ്ങി വരത്തില്ല. അത്രയ്ക്ക് സുന്ദരമായ പട്ടണമാ, മനോഹരമായ തുറമുഖ നഗരം, കച്ചവട സാധ്യതയുള്ള വ്യാപാര കേന്ദ്രങ്ങൾ, അതുപോലെ ജീവിക്കുവാൻ ആവശ്യമായ തൊഴിൽ സാധ്യതകൾ ധാരാളം. സുഖലോലുപനായി ജീവിക്കാൻ ഏത് മനുഷ്യനെയും പ്രേരിപ്പിക്കുന്ന മനോഹര പട്ടണം തെസ്സലോനിക്ക. പൗലോസ് ശ്ലീഹയുടെ കൂടെ സുവിശേഷ ഘോഷണത്തില് പ്രവർത്തിച്ച ദേമാസ് അതിനിടയിൽ തെസ്സലോനിക്കയ്ക്ക് പോയി. അവിടുന്ന് പിന്നെ മടങ്ങി വന്നില്ല. അയാൾ അവിടെ മുഴുകി അവിടുത്തെ ജീവിതത്തിന്റെ ശൈലിയിലേക്ക് മടങ്ങിപ്പോയി. ഇത് പ്രതീകാത്മകമായിട്ട് ഈ കഥയില് പറയുകയാണ്, ദേമാസ് മായച്ചന്തയില് സുഖങ്ങൾ വിൽക്കുന്ന ഒരു കട തുടങ്ങിയിരിക്കും. അതിലേക്ക് സിയോൻ സഞ്ചാരികളെ വിളിച്ചു കയറ്റുകയാണ്, വരിക, നിങ്ങൾക്ക് സുഖം തരാമെന്ന് പറഞ്ഞ്. ഇവിടെയാണ് ദേമാസ് എന്ന മനുഷ്യനെ കണ്ടിട്ട് ക്രിസ്ത്യാനി ചോദിക്കുകയാണ്, നീയല്ലേ ദേമാസ്? നീയല്ലേ നമ്മുടെ പൗലോസ് അപ്പോസ്തലനോടൊപ്പം സുവിശേഷം പ്രസംഗിച്ച് നടന്നത്? ദേമാസ് പറ, അതേ, ഞാൻ തന്നെ. ഞാനാണ് പൗലോസിന്റെ സഹചാരിയായി കൂടെ നടന്ന് സുവിശേഷം പ്രസംഗിച്ചത്. ഞാൻ ആ വഴിയെല്ലാം വിട്ടു കേട്ടോ. ഞാനിപ്പോൾ തെസ്സലോനിക്കയിൽ എന്ന് പറഞ്ഞ് ഞാനിപ്പോ മായച്ചന്തയിൽ സുഖങ്ങൾ വിൽക്കുന്ന കടയാണ് നടത്തുകയാന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിക്ക് ഏറെ സങ്കടമായി. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടപ്പെട്ടു. നെഞ്ചത്തടിച്ച് അവിടെ ആർത്തു വിളിച്ച് ആ മനുഷ്യൻ കരഞ്ഞു, പ്രിയ ദേമാസ്, ഇത്ര വലിയ രക്ഷയെ നീ അഗണ്യമാക്കിയല്ലോ. ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച കർത്താവ്, നിനക്ക് വേണ്ടി രക്തമൊഴുക്കിയ കർത്താവ്, വീണ്ടെടുത്ത കർത്താവ്, പരിശുദ്ധ മാമോദീസയോടെ നിന്നെ വീണ്ടെടുത്ത കർത്താവ്, ആ വലിയ കൃപയിൽ വന്നിട്ടും നീ മടങ്ങിപ്പോയല്ലോ ദേമാസ്. ഇത്ര വലിയ രക്ഷയെ നീ അഗണ്യമാക്കിയല്ലോ. സങ്കടപ്പെട്ട് കരയുകയാണ്.
ഇവിടെയാണ് പിന്മാറ്റം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പിന്മാറുന്നത്. ഒന്നിൽ പ്രതികൂലങ്ങൾ, സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പെരുകി വരുമ്പം പലരും പിന്മാറും. പ്രലോഭനങ്ങൾ വരുമ്പോൾ പിന്മാറും. അങ്ങനെ പിന്മാറരുത്. നമ്മൾ സ്ഥിരതയോടെ ഓടണം. പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ എഴുതുകയാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ വാളോ ഇപ്പോഴുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒരു സൃഷ്ടിക്കും ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കും. ഒന്നിനും മാറ്റാൻ പറ്റത്തില്ല. സ്ഥിരതയോടെ ഓടുക. നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? നമ്മൾ ആദ്യം വായിച്ച ഭാഗം അതാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ആ ഭാഗത്ത് പൗലോസ് ശ്ലീഹ പറയാണ്, ആകയാൽ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ കുത്തുന്നത് പോലെ ഞങ്ങൾ മുഷ്ടിയുദ്ധം നടത്തുകയല്ല. അവിടെയാണ് യുദ്ധം നടത്തുന്നവർ ഇടിക്കുന്നവരെ എന്താ ലക്ഷ്യം നോക്കിയാണ് ഇടിക്കുന്നത്. വെറുതെ അവിടെ ഇവിടെ കണ്ണുപൊട്ടനെ പോലെ അവിടെ ഇവിടെ ഇടിക്കുകയല്ലല്ലോ. പൗലോസ് ശ്ലീഹ പറയാണ്, ഞങ്ങള് ഈ ക്രിസ്തീയ പോരാട്ടത്തിലായിരിക്കുമ്പം ലക്ഷ്യമില്ലാതെ അവിടെ ഇവിടെയും കൊണ്ട് ഇടിക്കുകയല്ല. ലക്ഷ്യമില്ലാതെ വണ്ണമല്ല ഓടുന്നത്. പലരും പറയുന്നുണ്ട്, ഇവരെന്തിനാ ഈ പള്ളി പോകുന്നത്? ഇവരെന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഇവരെന്തിനാണ് ഈ നോമ്പ് നോക്കുന്നത്? ഇവരെന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്? വല്ല പ്രയോജനമുണ്ടോ? പൗലോസ് ഉണ്ട്. ലക്ഷ്യമില്ലാതെ വണ്ണമല്ല ഞങ്ങൾ ഓടുന്നത്. ചുമ്മാ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുവല്ല. ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം അറിയാമോ? അവരോ വാടുന്നതും ഈ ലോകത്തിൽ കിടന്ന് ഓടുന്നവർക്കൊക്കെ, ഈ ലോകത്തിൽ അംഗം പൊരുതുന്നവർക്കൊക്കെ, ഈ ലോകത്തിൽ വാരിക്കൂട്ടുന്നവരുടേതൊക്കെ വാടിപ്പോകുമ്പം ഞങ്ങൾക്കോ ഒരു വാടാത്ത കിരീടം കിട്ടും. ഒരു വാടാത്ത കിരീടം ദൈവം ഒരുക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഓടുന്നത്. സ്വർഗത്തിൽ ദൈവം ഒരുക്കുന്ന സുന്ദരമായ പ്രതിഫലമുണ്ട്. അത് നിശ്ചയമാണ്, നിശ്ചയമാണ്. പൗലോസ് ശ്ലീഹ അതിന് മരണത്തോടടുത്ത നാടുകളിൽ തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതുകയാണ്. 2 തീമോത്തി 4:7, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കും. അവിടെ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് തന്റെ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ. എന്തൊരു ബോധ്യമാണത്! മരണത്തോടടുക്കുമ്പോൾ എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കും. നല്ല ഉറപ്പാണത്. ഈ ഉറപ്പ് നമുക്കുണ്ടാകണം. നാം ആരംഭിച്ചൊരു മഹത്തായ ഓട്ടമാണ്. ഈ ഓട്ടം ലോകത്തിൽ കിടന്ന് ഓടുന്ന ഓട്ടങ്ങളല്ല. ലോകത്തിലൊന്നും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമല്ല. നിത്യജീവൻ പ്രാപിക്കാനുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തിൽ എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രലോഭനം വന്നാലും പിന്തിരിയാതെ സ്ഥിരതയോടെ നമുക്ക് ഓടാം. ഓടി അനേക ഭക്തന്മാരോടൊപ്പം, വിശുദ്ധന്മാരോടൊപ്പം നീതിയുടെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര നാൾ വൃഥാവായോടി മനുഷ്യാ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ ഈ വീതം. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യാ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ ഈ വീതം.
ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായിന്നവങ്കൽ നീ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായിന്നവങ്കൽ നീ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ബറയ്ക്കുമോർ സ്നേഹവാനായ സ്വർഗസ്വപിതാ,